അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിസന്ധി തുടരുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയായിട്ടും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വിഷയത്തിൽ ഉടൻ ഒരു തീരുമാനമെടുത്താൽ പാർട്ടിക്ക് അകത്തും പുറത്തും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. ജിൽബി ഇപ്പോൾ ദില്ലിയിൽ നിന്നും സമഗ്ര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജിൽബി. ഗുഡ് മോർണിംഗ് കാവ്യ. എങ്ങനെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് അത് പാർട്ടിക്കുള്ളിലും അതേസമയം തന്നെ പുറത്തും വ്യക്തമാക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമെന്ന വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് രാജ്യത്തെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഈ വിഷയത്തിൽ ഭിന്ന അഭിപ്രായമാണ്. അത് കഴിഞ്ഞ ദിവസം വരെ രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾക്കൊന്നും സംസ്ഥാനത്തെ നേതാക്കൾക്കൊന്നും കഠിനമായ മുന്നറിയിപ്പും വിലക്കും തന്നെ നൽകിയിരിക്കുകയാണ്. ഒരു നിലയ്ക്കും ഈ ഒരു വിഷയം സംസാരിക്കേണ്ട എന്ന് PCCകൾക്കും കർശനമായ നിർദ്ദേശം. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഒരു അവസ്ഥയെ നേരിടാൻ പോകുന്നത്? കാവ്യ, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശയപരമായ ഒരു നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ്. ഇപ്പോൾ ഒരു പരസ്യ പ്രസ്താവന നടത്തേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ PCC അധ്യക്ഷന്മാർക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കൾക്കും കർശനമായ വിലക്കും ഇപ്പോൾ ഹൈക്കമാൻഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ പല രീതിയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പുറത്തു വന്നു. മുതിർന്ന നേതാക്കളടക്കം ദിഗ്വിജയ് സിംഗ് അതുപോലെ തന്നെ കമൽനാഥ് അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കണം, അത് സോണിയാഗാന്ധി തന്നെ പോകണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ മറുവശത്ത് മറ്റ് നേതാക്കൾ, അതായത് ഇപ്പോൾ കേരളത്തിലെ ആയിക്കോട്ടെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു കർശനമായ നിലപാട് വേണം, അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന തരത്തിലുള്ള കടുത്ത നിലപാടുകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രൂപപ്പെട്ടു, ഭിന്നാഭിപ്രായങ്ങൾ വന്നു. ഇതിനെ തുടർന്നാണ് പരസ്യ പ്രചരണങ്ങൾ വേണ്ട, ആരും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലൊരു പരസ്യമായിട്ടുള്ള ഒരു കാര്യവും ഈ വിഷയത്തിൽ സംസാരിക്കരുത് എന്നുള്ള കർശനമായ ഒരു വിലക്ക് ഹൈക്കമാൻഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് അറിയിക്കുമെന്നാണ് ഇപ്പോഴും PCC അധ്യക്ഷന്മാരടക്കം വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി പങ്കെടുക്കുമെന്നുള്ള ഒരു കാര്യം പുറത്തു വന്നിരുന്നു റിപ്പോർട്ടുകളായിട്ട്. പക്ഷേ അപ്പോഴും അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കാരണം ഉത്തർപ്രദേശിലെ അടക്കം നേതാക്കൾ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, കാരണം സോണിയാഗാന്ധി പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ. അതിനാൽ തന്നെ ഇനിയും ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ കോൺഗ്രസിൻ്റെ നിലപാട്, അല്ലെങ്കിൽ അവർ പങ്കെടുക്കുമോ അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. കാരണം നമുക്കറിയാം, ഇന്നലെ നമ്മൾ കണ്ടതാണ്, നരേന്ദ്രമോദി അയോധ്യയിലെത്തി അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നു, വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നു, അതുപോലെ തന്നെ എല്ലാവരെയും കാണുന്നു. അതായത് വ്യക്തമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ഈ അയോധ്യയെ മാറ്റുന്നത്, അല്ലെങ്കിൽ അതിനായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു മോദിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ മോദിയുടെ രീതികൾ ഇന്നലെ നമ്മൾ അയോധ്യയിൽ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ അയോധ്യയെ മതപരമായിട്ടുള്ള ഒരു ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് പ്രതിപക്ഷം ശക്തമായിട്ട് ആരോപിക്കുമ്പോഴും ഈ കോൺഗ്രസിനുള്ളിലെ ഭിന്നതയും അത് രാഷ്ട്രീയ പ്രചാരണത്തിൽ ആയുധമാക്കും, അല്ലെങ്കിൽ BJP ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളടക്കം പല രീതിയിലുള്ള നിലപാടുകളൊക്കെ ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ട് തീരുമാനിച്ച ശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കേണ്ടി വരിക. കാരണം അത്തരത്തിൽ ഒരു രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ ഒരു വർഗീയവൽക്കരണം ഈ അയോധ്യ വിഷയത്തിൽ ഇപ്പോൾ BJP തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അത് തന്നെയാണ് അവർ നടത്താൻ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം ഇന്നലെ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ പോലും ഓരോ വാക്കുകളിലും
തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള, കാരണം അവരുടെ വികസന പ്രവർത്തനങ്ങൾ, പ്രൊജക്റ്റുകൾ, ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആളുകളോട് പറയുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം എങ്ങനെ അതിനെ നേരിടണം, അയോധ്യയെ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെ BJP മുമ്പോട്ട് പോകുന്നത് തന്നെ നമ്മൾ കണ്ടു. അപ്പോഴും കോൺഗ്രസിന് ഇപ്പോഴും പാർട്ടിക്കുള്ളിലെ ഭിന്നത മാറ്റാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ആശയപരമായ നിലപാട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കാവ്യ. ശരി ജിൽബി.